ഭാഗ്യക്കുറി സംബന്ധിച്ച നിയമങ്ങൾ ഇന്ത്യയിൽ സംസ്ഥാനങ്ങളുടെ അധികാരപരിധിയിലാണ്. ലോട്ടറീസ് ആക്ട് 1998 പ്രകാരം സംസ്ഥാനങ്ങൾ ഭാഗ്യക്കുറികൾ നടത്താൻ തീരുമാനിക്കാം. എന്നാൽ അതിന് കേന്ദ്ര സർക്കാരിൻ്റെ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കണം. കർണാടക സർക്കാർ ഈ നിയമപ്രകാരം ഭാഗ്യക്കുറികൾ നിരോധിച്ചിരിക്കുന്നു. കർണാടകത്തിൽ ഭാഗ്യക്കുറികൾ നിരോധിച്ചിരിക്കുന്നു. അതിൽ ഓൺലൈൻ ഭാഗ്യക്കുറികളും ഉൾപ്പെടുന്നു എന്നുള്ളതാണ് പ്രത്യേകത. ലോട്ടറീസ് ആക്ട് 1998 പ്രകാരം സംസ്ഥാനങ്ങൾ ഭാഗ്യക്കുറികൾ നടത്താൻ തീരുമാനിക്കാം. അതിന് യാതൊരുവിധ പ്രശ്നവുമില്ല. നിരോധനം നിലനിൽക്കുമ്പോഴും അനധികൃത ഭാഗ്യക്കുറി വിൽപ്പനകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. മാണ്ഡ്യ ജില്ലയിൽ ഇത്തരം പ്രവർത്തനങ്ങൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിച്ചിരിക്കുന്നു. ഭാഗ്യക്കുറി നിരോധനം മൂലം സംസ്ഥാനത്തിന് വാർഷികമായി ഏകദേശം 6000 കോടി രൂപ വരുമാന നഷ്ടം സംഭവിക്കുന്നതായി കർണാടക സ്റ്റേറ്റ് റീറ്റെയിൽ ലോട്ടറി മർച്ചൻറ്റ്സ് അസോസിയേഷൻ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. സംസ്ഥാനത്ത് ഭാഗ്യക്കുറികൾ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്നത് നിയമവിരുദ്ധമാണ്. നിരോധനം ലംഘിക്കുന്നവർക്ക് നിയമപരമായ നടപടികൾ നേരിടേണ്ടി വരും. കൂടുതൽ വിവരങ്ങൾക്ക് കർണാടക സർക്കാരിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് നിങ്ങൾക്ക് സന്ദർശിക്കാം. അപ്പോൾ ഞാനെന്താ ഈ പേപ്പറെല്ലാം പിടിച്ചിട്ട് വായിച്ചുകൊണ്ടിരിക്കുന്നു വിചാരിക്കുന്നുണ്ടാവും അല്ലേ? സംഭവം ഒന്നുമില്ല. ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയ നിങ്ങള്. ഞാൻ ആഗ്രഹിച്ചു കെട്ടിയ വീടാണ്. കടം തീർക്കാൻ ഇതല്ലാതെ വേറെ വഴിയില്ല. നിവൃത്തികേട് കൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. നിങ്ങൾക്ക് ഈ മെഡിക്കരി കേമാട് ഭാഗത്തുള്ള ആരോടും ഇസ്മായിലിനെ കുറിച്ച് ചോദിച്ചു കുറവ് പോലും പറയാനുണ്ട്. അത്രയും നല്ല രീതിയിൽ ജീവിച്ച ഒരു മനുഷ്യൻ 2 കോടിക്ക് മുകളിൽ കടം വന്നത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു ലക്കി ഡ്രോ സിസ്റ്റം ചെയ്തത്. വേറെ ഒരു നിവൃത്തിയും ഇല്ലാത്തത് കൊണ്ടാണ്. അതിനാൽ തന്നെ നിങ്ങൾ എല്ലാവരും ഒരു ടിക്കറ്റ് എടുക്കുക. 1000 രൂപ കൊടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ 58 സമ്മാനങ്ങൾ. 4555 സ്ക്വയർ ഫീറ്റിന്റെ ഒരു അടിപൊളി വീടാണ്. നല്ല ആംബിയൻസ് ഉള്ള വീടാണ്. മെയ് 27 തന്നെ നിറുക്കെടുക്കുന്നതാണ്. ഈ കാണുന്ന മനസ്സിലായോ? വീഡിയോയുടെ കാര്യങ്ങൾ മനസ്സിലായോ നിങ്ങൾക്ക്? അതായത് കർണാടക ജില്ലയിലെ ലോട്ടറി ആക്ട് 1998 പ്രകാരം ലോട്ടറി നിരോധിച്ചു. ലോട്ടറി നിരോധിച്ചത് മാത്രമല്ല, ഓൺലൈൻ ലോട്ടറികളും നിരോധിച്ചു. ഇത് ഓൺലൈൻ ലോട്ടറി അല്ലേ? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഇത് ഓൺലൈൻ ലോട്ടറിയാണ്. ഇത് ചുക്കാൻ പിടിക്കുന്നത് ആരാ? യൂട്യൂബിലെല്ലാം ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ആൾക്കാർ. ഇതുപോലത്തെ ഒന്നൊന്നല്ല, 1 2 മാത്രമല്ല, ഒരുപാട് പ്രമുഖർ, ഈ യൂട്യൂബിലൊക്കെ പ്രമുഖരായിട്ടുള്ളവർ ഇതിന് നിൽക്കുന്നുണ്ട്. ഒരുപാട് വീഡിയോകളുണ്ട്, നിങ്ങളും കണ്ടിട്ടുണ്ടാവും. പാവപ്പെട്ട ഒരുത്തനെ സഹായിക്കാന്നുള്ള രീതിയിലാണ് എന്ത് ചെയ്യുന്നത്? വൻ കൊള്ള നടത്തുന്നത് നിയമവിരുദ്ധമായിട്ട്. ഇതിനൊന്നും ചോദിക്കാൻ ആരുമില്ല. രേണു സുധി ഡാൻസ് കളിച്ചാ ചോദിക്കാൻ ആളുണ്ട്. അതിനെന്തെങ്കിലും ലക്ഷ്മി നക്ഷത്രം മിണ്ടിയ അതിനും ചോദിക്കാൻ ആളുണ്ട്. പക്ഷേങ്കിൽ ഈ യൂട്യൂബർമാര് നടത്തുന്ന കൊള്ള ചോദിക്കാൻ ആരുമില്ല. അതെന്തെന്നടാ അങ്ങനെ? നിങ്ങളാരടാ? ലോകത്തിലെ ദൈവന്മാരാ? ദൈവങ്ങളാണാ നിങ്ങൾ? അറിയായിട്ട് ചോദിക്കുക, നിങ്ങളാരാണ് ഈ ലോകത്തിലെ ദൈവങ്ങളാ? നിങ്ങൾ പറയുന്ന എല്ലാം ഈ നമ്മളെ പോലെയുള്ളവർ വിശ്വസിച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ഒരു സംഘടനയൊക്കെ ഉണ്ടല്ലോ, ആദ്യം അത് കൂട്ടണം. നിങ്ങളെല്ലാം പിടിച്ചിട്ട് ജയിലിലാക്കണം. നിയമത്തിന് ചോദിക്കാൻ പറ്റുമോ? നിയമത്തിന് ഷൈൻ ടോം ചാക്കോന്റെ പുറകടക്കാനല്ലേ സമയമുള്ളൂ. എടാ, ഇതെല്ലാം സ്കാമാണ്. ഇതൊക്കെ കുറ്റാണ്. ഇവരെല്ലാം ചെയ്യുന്നത് കുറ്റാണ്. ഇതെല്ലാം എന്ത് ചെയ്യണം? നിർത്തലാക്കണം. എന്നാൽ മാത്രമേ നാട് നന്നാവൂ. ഇതിനെല്ലാമാണ് ഭരണകർത്താക്കൾ എന്ത് ചെയ്യേണ്ടത്? സമയം കണ്ടെത്തേണ്ടത്. പോലീസുകാർ ഇതിനൊക്കെയാണ് സമയം കണ്ടെത്തേണ്ടത്. അല്ലാതെ
ഈ എല്ലാ ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ ഇടപെടുന്ന കാണാം. ആവശ്യമുള്ള സ്ഥലങ്ങളിൽ ഇടപെടൂ, എന്നാലേ നിങ്ങൾക്ക് നാളെയും മറ്റന്നാളും എല്ലാം വോട്ട് കിട്ടൂലൂ അല്ലേ? നിങ്ങൾ പാർട്ടിക്കാരും പോലീസുകാരും നിയമ വിദഗ്ധരും ഇവരെല്ലാം ആവശ്യമുള്ള സ്ഥലങ്ങളിൽ നിൽക്കൂ. പറഞ്ഞു വന്നത് എന്താന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, സിനിമാ മേഖലയിൽ മയക്കുമരുന്ന് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു നടൻ്റെ പുറകെ പോയല്ലോ നിങ്ങൾക്ക് ഈ നടനെ ആരാണ് മയക്കുമരുന്ന് എത്തിച്ചു കൊടുത്തത് എന്നുള്ളതല്ലേ അന്വേഷിക്കേണ്ടത്. ആ നടനെ അറസ്റ്റ് ചെയ്തു, ഓക്കെ, സംഭവം ഓക്കെ. എങ്ങനെ ഈ ഫീൽഡിലേക്ക് മയക്കുമരുന്ന് വരുന്നത്, ആരാണ് എത്തിച്ചു കൊടുക്കുന്നത് എന്നിട്ട് അവരെ പിടിക്കുക. പിന്നെ അതുണ്ടാവില്ലല്ലോ. കടകളിലെ എല്ലാം ലഹരി വസ്തുക്കൾ വിൽക്കുന്നതെല്ലാം ഓക്കെ, നിങ്ങൾ പറ്റൂല എന്ന് പറഞ്ഞു. അതായത് വാങ്ങി വലിക്കാൻ, പബ്ലിക്കായിട്ട് വലിക്കാൻ പാടില്ല, കുടിക്കാൻ പാടില്ല, ഇതൊക്കെ നിങ്ങൾ പറഞ്ഞു. എടോ, നിങ്ങൾ ആ കടകളിൽ പോയിട്ട് നിങ്ങളിത് വിൽക്കാനും പാടില്ല എന്ന് പറയണം. എന്നാൽ പിന്നെ ഇത് വാങ്ങുമോ? ഇതെല്ലാം കുതിര കയറുന്നത് ആരെ തലക്കാ? സാധാരണക്കാരൻ്റെ തലക്ക്. ബാക്കിയുള്ളവൻ പിന്നെയും വിൽക്കുക, പുതിയ പുതിയ സാധനങ്ങൾ വിൽക്കുക. സ്കൂളിൻ്റെ പരിസരത്തൊന്നും സിഗരറ്റ് കിട്ടൂല പറഞ്ഞു. സ്കൂളിൽ എങ്ങനെയാണ് MDMA അടിച്ചിട്ട് പിള്ളേർ കുഴപ്പമുണ്ടാക്കിയേ? സ്കൂളിൻ്റെ പരിസരത്തൊന്നും ഇങ്ങനത്തെ സാധനങ്ങൾ കിട്ടൂലല്ലോ. അപ്പം നിങ്ങൾ കിട്ടാനും പാടില്ലാന്ന് പറഞ്ഞിട്ടാണല്ലോ നിങ്ങളൊരു നിയമം ഇറക്കിയത് അല്ലേ? പിന്നെ എങ്ങനെ ഈ MDMA അടിച്ചിട്ട് പ്രശ്നം ഉണ്ടായി? അപ്പോൾ നിങ്ങൾ അനാസ്ഥയാണ്? നിങ്ങളെ പോലെയുള്ളവരുടെ അനാസ്ഥയാണ്. എന്നിട്ട് സാധാരണക്കാരൻ്റെ തലയിൽ എന്തിനാണ് കയറുന്നത്? വൈ? കർണാടകയിൽ നിരോധിച്ചൊരു സാധനം, ലോട്ടറി, ഓൺലൈൻ ലോട്ടറി, നറുക്കെടുത്തിട്ട് സാധനം കൊടുക്കുന്ന പരിപാടി, ഇങ്ങനെയുള്ള നിരോധിച്ചൊരു സാധനം ഇവനെ പോലെയുള്ള പ്രസിദ്ധരായ യൂട്യൂബർമാരെ കേരളത്തിൽ കൊണ്ടുപോയി ചെലവാക്കുക. എന്തുകൊണ്ട് കർണാടകയിലെ ഇൻഫ്ലുവൻസർമാർ, ഇതേപോലത്തെ യൂട്യൂബർമാർ ഇതൊന്നും ചെയ്യുന്നില്ല? അവിടെ എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇതൊന്നും വിറ്റൂടെ? ആടെ എന്താ ജനങ്ങളില്ലേ? 1000 റുപ്യ എടുക്കാൻ പറ്റാത്ത ജനങ്ങളൊന്നല്ലല്ലോ അവിടെയുള്ളത്. അവർക്ക് വിറ്റൂടെ? എന്തുകൊണ്ട് ചെയ്യുന്നില്ല? എന്തുകൊണ്ട് നിങ്ങൾ കേരളത്തിലേക്ക് ഈ ഇൻഫ്ലുവൻസർമാരെ വിളിച്ചിട്ട് ഈ പരിപാടികൾ ചെയ്യുന്നു? ഇവിടെ നല്ല മണ്ടന്മാരാണെന്നാ നിങ്ങളെ വിചാരം? പൈസ ആക്കാൻ വേണ്ടിയിട്ട് ഓരോരോ പരിപാടിയായിട്ട് ഇറങ്ങുക. ഇവരെന്തുകൊണ്ട് നിങ്ങൾക്ക് പിടിക്കാൻ പറ്റുന്നില്ല? ഈ സ്കൂളിൻ്റെ പരിസരത്ത് മയക്കുമരുന്ന് വിൽക്കുന്നവരാ, സിനിമാ മേഖലയിൽ മയക്കുമരുന്ന് വിൽക്കുന്നവരാ, ഈ റേഞ്ചിൻ്റെ എല്ലാം തലപ്പത്തിരിക്കുന്നവരാ, പിന്നെ ഇതേപോലെയുള്ള യൂട്യൂബർമാരാ. എന്തുകൊണ്ട് നിങ്ങൾക്ക് പിടിക്കാൻ പറ്റുന്നില്ല? തെളിവല്ലേ നിങ്ങളെ മുമ്പിൽ? ഇതാ പരസ്യമായിട്ടല്ലേ വിൽക്കുന്നത്. കർണാടക സർക്കാർ നിരോധിച്ച സാധനം കർണാടകയിൽ പോയിട്ട് ഇതാ കേരളത്തിലുള്ളവർ എടുത്തോ എന്ന് പറയുന്നത് പരസ്യമായിട്ടല്ലേ? നിങ്ങൾക്ക് എന്തുകൊണ്ട് കേസെടുക്കാൻ പറ്റുന്നില്ല? പോലീസുകാർക്ക് പോയി എടുക്കണം മിസ്റ്റർ, അറസ്റ്റ് ചെയ്യൂ അവരെയൊക്കെ. നിർത്തട്ടെ, ഈ പരിപാടികളെല്ലാം നിർത്തട്ടെ. ഈ പൈസ വന്നിട്ട് തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കൂടിയിട്ടുള്ള പരിപാടി ജയിലിൽ പോയിട്ടും പിന്നെ കാര്യമൊന്നുമില്ലല്ലോ. ഞാൻ ആരോടാ പറയുന്നു? ഇനി ഇവന്മാർ പോയിട്ട് ജയിലിൽ പോയാലോ എന്നാ കാര്യമോ? ആഴ്ചക്ക് ബിരിയാണിയും സദ്യയും അവരാരോഗ്യം സംരക്ഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോ ദിവസവും ഒരു വീഡിയോ ഞാൻ കണ്ടിട്ട് ജയിലിലെ വിഭവങ്ങളെ കുറിച്ചിട്ട്. ഏടെ കൊണ്ടിട്ടിട്ട് ഇവരെല്ലാം നന്നാക്കുക. വല്ലാത്ത അവസ്ഥയാണ് മക്കളെ നമ്മുടെയൊക്കെ. സാധാരണക്കാരൻ്റെ എല്ലാം അവസ്ഥ പെട്ട് തൂറിപ്പേരക്കിയ അവസ്ഥയാണ്. മനസ്സിലായ? ഇതൊന്നും നന്നാവാൻ പോകുന്നില്ല. നന്നാക്കണം. നമ്മൾ ഓരോരുത്തരും വിചാരിച്ച് ഇതൊക്കെ നന്നാക്കണം, എന്നാൽ മാത്രമേ ഇതെല്ലാം നന്നാവൂ. ഓരോരാളും വിചാരിക്കണം. ഇവനെ പോലെയുള്ളവനെല്ലാം തിന്ന് കൊയ്ത്തിട്ട് ഓരോരോ പോക്കൃത്തരങ്ങൾ കാണിച്ചു കൂട്ടുമ്പോൾ കണ്ണ് തുറപ്പിക്കണം സർക്കാരിൻ്റെ. നമുക്ക് ഇടപെടാൻ പറ്റൂല. തല്ലാനോ പിടിക്കാനോ അല്ലെങ്കിൽ ഇവരെ അറസ്റ്റ് ചെയ്യാനോ ഒന്നും നമുക്ക് പറ്റൂല. നിയമപാലകരൻ ഇതൊക്കെ ചെയ്യണം. നിയമപാലകർ കണ്ണടക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പ്രതികരിക്കുക. അത്രേ ഞാനും ചെയ്യുന്നുള്ളൂ. ഒന്ന് പ്രതികരിച്ച് നോക്കിയതാണ്. നിങ്ങൾ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, നല്ലതാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യും. 4 ആൾ കാണട്ടെ, അധികാരികളുടെ കണ്ണിലെത്തട്ടെ, എന്നിട്ട് ഇവന്മാരെയൊക്കെ പിടിക്കട്ടെ. ഓക്കെ, അതിനു വേണ്ടിയിട്ട് ഒന്ന് ശ്രമിക്കുക. ആരെങ്കിലും ഒരാൾ കണ്ടാൽ മതി, ഒരു 4 ആൾക്ക് ഷെയർ ചെയ്തോ, അങ്ങനെ പോട്ടെ. വേറെ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്യുന്നു മച്ചന്മാരെ?
ഒരു നല്ല കാര്യത്തിന് കൂട്ടുകെട്ട്. ഇവൻ്റെ എത്രയോ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ടാവില്ലേ? ഇവൻ കാണിക്കുന്ന പോക്കൃത്തരങ്ങൾ ജനങ്ങൾ കാണട്ടെ. ഓക്കെ, വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ സുലാൻ.